കാട്ടാനയുടെ ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം 202 ഉത്സവപ്പറമ്പുകളിൽ ആന ഇടഞ്ഞതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം 196. മതമിളകിയ ആനയാണോ മതം പൊട്ടിയ മനുഷ്യനാണോ ശരിയാകുന്നത്? 6 മണിക്കൂർ നേരം ആനയെ നിർത്താൻ പാടില്ല എന്ന് നിയമമുള്ളതാണ്. 10 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ആനയെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകാനോ നടത്താനോ പാടില്ല എന്ന നിയമമുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ വീട്ടിലൊരാളോ നിങ്ങളുടെ കൂട്ടുകാരനോ നിങ്ങളുടെ മകനോ മകളോ ഈ ഉത്സവപ്പറമ്പിൽ ആനയോട്ടത്തിനിടയിൽ മരണപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ആനപ്രേമിയായി മാറുമോ? പ്രിയമുള്ളവരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വാങ്മയത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കാലിക സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം. സഹ്യൻ്റെ മകൻ. ഉത്സവം നടക്കയാണ് അമ്പലമുറ്റത്ത്, ഉയർന്നുജ്വല ദീവെട്ടികൾ ഇളകും വെളിച്ചത്തിൽ. വൈലോപ്പള്ളിയുടെ സഹ്യൻ്റെ മകൻ എന്നൊരു കവിതയുണ്ട്. ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉത്സവപ്പറമ്പും അവിടെ നിൽക്കുന്ന ഒരാനയും. ഇപ്പോൾ ആനയാണല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൻ്റെ സമകാലിക സമൂഹം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ മനുഷ്യൻ്റെ പരിണാമം എത്ര മനോഹരമാണല്ലേ. ഗുഹാമനുഷ്യനിൽ നിന്ന് ആധുനികതയിലേക്ക്, അവിടെ നിന്ന് ഉത്തരാധുനിക മനുഷ്യനിലേക്ക്, അവിടെ നിന്നിപ്പോൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ ചില കാര്യങ്ങളിൽ ഇപ്പോഴും വല്ലാത്ത കാടത്തം കൊണ്ടുനടക്കുന്ന മനുഷ്യരെ നമുക്ക് കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. അതിൽ ഒരു വിഭാഗമാണ് ഈ ആനപ്രേമം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ആനയുടെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നാണ് ഏറ്റവും വലിയ തമാശ. വൈലോപ്പള്ളി വളരെ കൗതുകത്തോടെ ഒരു ആനയെ സഹ്യൻ്റെ മകനിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ കവിതയുടെ തുടക്കത്തിൽ ഒരാന നിൽക്കുന്നു, ഉത്സവപ്പറമ്പിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ആനയ്ക്ക് അസുഖം ഉണ്ടാവുകയാണ്, മതമിളകുകയാണ്. അങ്ങനെ ഉത്സവപ്പറമ്പിനെ അലങ്കോലമാക്കിക്കൊണ്ട് ആളുകളെ ചവിട്ടിക്കൊന്നുകൊണ്ട് ആന ഇങ്ങനെ മുന്നിലേക്ക് പൊക്കൊണ്ടേയിരിക്കുന്നു. കവി എത്ര ക്രാന്തദർശിയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സഹ്യൻ്റെ മകൻ ഒരിക്കലൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കാട്ടിലുള്ള ഒരു ജീവിയെ നാട്ടിൻ്റെ പരിസരത്തേക്ക് പറിച്ചു നടുകയും അതിനെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനെ നമ്മളിപ്പോൾ വിളിക്കുന്നത് ആനപ്രേമമെന്നാണ്. ആനപ്രേമികളാണത്രേ. 2025 തുടങ്ങി ഈ 2 മാസത്തിനുള്ളിൽ 6 പേരാണ് ആനപ്രേമത്തിൻ്റെ പേരിൽ മരിച്ചുപോയത്. 2024 9 മനുഷ്യരാണ് ഉത്സവങ്ങളിൽ ആന ഇടഞ്ഞതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടിൽ കൗതുകമുള്ളൊരു കണക്കുണ്ട്. 2011 മുതൽ 2023 വരെ കാട്ടാനയുടെ ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം 202. എന്നാൽ അതേസമയം അതേ കാലയളവിൽ ഉത്സവപ്പറമ്പുകളിൽ ആന ഇടഞ്ഞതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം 196. എന്താണല്ലേ, മതമിളകിയ ആനയാണോ മതം പൊട്ടിയ മനുഷ്യനാണോ ശരിയാകുന്നത് എന്ന കണക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വളരെ കൗതുകമുള്ള ഒന്നാണ് ഈ ആനക്കമ്പം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആനക്കമ്പം ഉണ്ടാകുമ്പം തന്നെ നമുക്ക് അതേ തരത്തിൽ മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യമുണ്ട്: ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ ഈ ആന എന്തുകൊണ്ടാണ് ഈ കൃശഗാത്രനായ മനുഷ്യനെ ഇങ്ങനെ പേടിക്കുന്നത്? പോകെ പോകെ നമുക്ക് മനസ്സിലാകുന്നത് ആന പേടിക്കുന്നത് ആനപ്പാപ്പാൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യനെ അല്ല എന്നും പകരം അയാളുടെ കയ്യിലിരിക്കുന്ന തോട്ടിയെയോ വടിയെയോ ആണെന്നുമാണ്. ഇണക്കാൻ കഴിയാത്ത, മെരുക്കി മാത്രം വളർത്തുന്ന ഒരു ജീവി, കാട്ടിൽ മനുഷ്യൻ്റെ സാന്നിധ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത, ശബ്ദത്തെ പേടിക്കുന്ന, അല്ലെങ്കിൽ തീയെ പേടിക്കുന്ന, കൂട്ടങ്ങളെ പേടിക്കുന്ന ഒരു ജീവിയെ യാതൊരു മര്യാദയും ഇല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നടുകയും അതിനെ ക്രൂരമായ ചിട്ടകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായത്തെയാണ് നമ്മൾ ആനപ്രേമം എന്ന് വിളിക്കുന്നത്. എത്ര കാലം കൊണ്ട് കേരളത്തിൽ ആനമരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിനുള്ള നിയമങ്ങൾ എത്ര ശതമാനം പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും നിയമങ്ങൾക്ക് വേണ്ടി പോരാടുകയും ആചാരലംഘനങ്ങളെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പുരോഗമനവാദം പറയുന്ന മനുഷ്യർ പോലും വളരെ മോശമായ ആനസ്നേഹം കാണിക്കുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. യഥാർത്ഥത്തിൽ 6 മണിക്കൂർ നേരം ആനയെ നിർത്താൻ പാടില്ല എന്ന് നിയമമുള്ളതാണ്. 10 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ആനയെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകാനോ നടത്താനോ പാടില്ല എന്ന നിയമമുള്ളതാണ്. 3 ആനകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കവെയാണ് ഈ കഴിഞ്ഞ ഏതാണ്ട് 12 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 14 വർഷത്തിനുള്ളിൽ 200ഓളം മനുഷ്യരെ ഉത്സവങ്ങളുടെ ഇടയിൽ ആന ചവിട്ടിക്കൊല്ലുന്നത്. യഥാർത്ഥത്തിൽ എത്ര കഷ്ടമാണെന്നാണ് വൈലോപ്പള്ളി ആ കവിതയിൽ വളരെ വൃത്തിയായിട്ടത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുഴുവൻ തോർന്നിട്ടില്ല മുൻമത ജലം പക്ഷേ എഴുന്നള്ളത്തിൽ കൂട്ടി എന്തൊരു തലപ്പൊക്കം. അങ്ങനെയാ സഹ്യൻ്റെ മകനിലെ വൈലോപ്പള്ളി ആ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയെ വിശേഷിപ്പിക്കുന്നു. ഒരുപക്ഷെ അത് ഈ കാലത്തിന് വേണ്ടി എഴുതിയതായിരിക്കും അല്ലേ. മതപ്പാട് മാറാത്ത ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന കാഴ്ചകൾ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കവിതയിൽ ആന പിന്നെ മുന്നോട്ട് ഓടുകയാണ്. ഓടുമ്പോൾ വൈലോപ്പള്ളി പറയുന്ന വളരെ കൗതുകമായൊരു കാര്യം, ഈ ഉത്സവപ്പറമ്പിലൂടെ ആളുകളെ ചവിട്ടിക്കൊന്നുകൊണ്ട് ഓടുന്ന ആന വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ താൻ കാട്ടിലാണെന്നാണ്. അപ്പോൾ കാട്ടിലിങ്ങനെ നടക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ഒരാന. ആ കവിത എത്ര മനോഹരമാണെന്നുള്ളതും അതെത്ര കാലികമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവി ക്രാന്തദർശിയാകുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. ഒടുവിൽ കുറേ നേരം കഴിയുമ്പോൾ ഉത്സവം കാണാൻ വന്ന പട്ടാളക്കാരിൽ ഒരാൾ ഒരു തോക്കെടുത്ത് ഈ ആനയെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ വലിയ ചിഹ്നം വിളിയോടുകൂടി മറിഞ്ഞു വീഴുന്ന ആനയെക്കുറിച്ച് വൈലോപ്പള്ളി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ്യോവിനെ വിറപ്പിക്കും ആ വിളി കേട്ടോ, മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. നിങ്ങളുടെ ദൈവം ആ കോവിലിനുള്ളിൽ ഇരിപ്പുണ്ട്. ആ ദൈവം, ആ മനുഷ്യരുടെ ദൈവം ഈ സഹ്യൻ്റെ മകൻ്റെ നിലവിളി കേട്ടോ എന്ന് വൈലോപ്പള്ളി ചോദിക്കുന്നുണ്ട്. സഹ്യൻ്റെ മാർത്തടത്തിൽ ചെന്ന് അലതല്ലുന്നുണ്ട് ഈ ആനയുടെ സഹ്യൻ്റെ മകൻ്റെ നിലവിളി. അങ്ങനെ ഒരു കവിത, ആ കവിത യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കാലത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഇനിയും എത്ര പേർ ആനയുടെ പേരിൽ കൊല്ലപ്പെടാനിരിക്കുന്നു. ആനപ്രേമികൾ എന്ന് പറയുന്ന മനുഷ്യർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ വീട്ടിലൊരാളോ നിങ്ങളുടെ കൂട്ടുകാരനോ നിങ്ങളുടെ മകനോ മകളോ ഈ ഉത്സവപ്പറമ്പിൽ ആനയോട്ടത്തിനിടയിൽ മരണപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ആനപ്രേമിയായി മാറുമോ? എല്ലാം ഒരു കഥയാണല്ലോ. നമുക്ക് സംഭവിക്കുന്നത് വരെ ഒക്കെയും ഒരു കഥയാണ്. നമുക്കുണ്ടാകുന്നത് വരെ ഒക്കെയും ഒരു കഥയാണ്. അങ്ങനെ നാളെ നിങ്ങളും വലിയ ഒരു ആനക്കഥയായി മാറാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത പുതിയ ഒരു അധ്യായത്തിൽ പുതിയൊരു വിഷയവുമായി പരസ്പരം കണ്ടുമുട്ടാം. എല്ലാവർക്കും നമസ്കാരം.